ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സബ്ജക്റ്റ് കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസിൽ പ്രധാനപ്പെട്ട ഒരു മെറ്റീരിയലായ സിമെൻറ്റിനെ പറ്റിയാണ്. സിമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് കോൺക്രീറ്റ് ഉണ്ടാക്കിയെടുക്കാനാണ്. കോൺക്രീറ്റ് എന്താണ്? കൺസ്ട്രക്ഷൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ബൈൻഡിങ് മെറ്റീരിയലാണ്. അതുമാത്രമല്ല കോൺക്രീറ്റ് കൊണ്ട് തന്നെയുള്ള വോൾസ്, കൺസ്ട്രക്ഷൻസ്, കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് തന്നെയുണ്ട്. അപ്പോൾ അതിൽ ഈ സിമെൻറ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് സിമെൻറ്റും വാട്ടറും അഡ്മിക്സ്റ്റേഴ്സും അഗ്രിഗേറ്റും ഒക്കെ ചേർന്നിട്ടാണ് നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സിമെൻറ്റാണ് കോൺക്രീറ്റിന് ഈ സ്ട്രെങ്ത്ത്, ബൈൻഡിങ് പ്രോപ്പർട്ടി എല്ലാം കൊടുക്കുന്നത്. അപ്പോൾ ഈ സിമെൻറ്റിലുള്ള പ്രധാനപ്പെട്ട രണ്ട് ഇൻഗ്രീഡിയൻ്റാണ്. അതായത് അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റിനെ രണ്ടായിട്ട് മെയിൻലി നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ആർജിലേഷ്യസ് മെറ്റീരിയൽസ് ആൻഡ് കാൽക്കേറിയസ് മെറ്റീരിയൽസ്. ആർജിലേഷ്യസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ ക്ലേ ആണ്. അതുപോലെ കാൽക്കേറിയസ് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. കാൽക്കേറിയസ് എന്ന കാൽഷ്യം കാർബണേറ്റ് എന്ന ഈ രണ്ട് വേർഡിൻ്റെ ആദ്യത്തെ 3 ആൽഫബറ്റ്സ് നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒരേപോലെയാണ്. അത് വെച്ച് നിങ്ങൾക്ക് ഇൻ്റർ കണക്ട് ചെയ്തിട്ട് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈസി ആയിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നതാണ്. സിമെൻറ്റിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ആർജിലേഷ്യസ് ആൻഡ് കാൽക്കേറിയസ് മെറ്റീരിയൽസ്. അപ്പോൾ ഇതിനെ നമ്മൾ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഈ മെറ്റീരിയൽസിനെ ഞാനിപ്പോൾ മെയിൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിന് വീണ്ടും സംഭവമായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൽ ഏതൊക്കെയാണ് വരിക? ലൈം വരും, സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ്. അതായത് ലൈമും, സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ് ഇതെല്ലാം ചേർത്താണ് സിമെൻറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ സിമെൻറ്റിൻ്റെ ഉണ്ടാക്കുന്ന ആ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഹൈ ടെമ്പറേച്ചറിൽ ഈ റോ മെറ്റീരിയൽസും അവ ചേർന്ന് ആ ടെമ്പറേച്ചറും അതിൻ്റെ അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസ് അതിൻ്റെ റിസൾട്ടായിട്ട് കോംപ്ലക്സ് കോമ്പൗണ്ട്സ് അവിടെ ഫോം ചെയ്യുന്നു. അതായത് ഈ റോ മെറ്റീരിയൽസ് ഹൈ ടെമ്പറേച്ചറിൽ ഇവ പരസ്പരം റിയാക്ട് ചെയ്തിട്ട് അവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. ആ കോംപ്ലക്സ് ആയ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് അപ്പോൾ ഈ കോംപ്ലക്സ് ആയ കോമ്പൗണ്ട്സ്? അതായത് ഈ ബോക്സ് കോമ്പൗണ്ട്സ് ദയാ ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, അതിന് എലൈറ്റ് എന്ന് പറയുന്നു. അതിൻ്റെ കെമിക്കൽ ഫോർമുല C3A(X) ആണ്. അത് 45% ആണ് വരിക സിമെൻറ്റിൽ. സെക്കൻഡ് ആയിട്ട് വരുന്നതാണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്, അതിന് ബെലൈറ്റ് എന്ന് പറയുന്നു. അതിന് 25% ആണ് വരുന്നത്. അതിൻ്റെ കെമിക്കൽ ഫോർമുല C2X എന്നാണ്. മൂന്നാമതായിട്ട് വരുന്നത് ട്രൈകാൽഷ്യം അലുമിനേറ്റ് ആണ്, ലെലൈറ്റ് എന്ന് പറയുന്നു. അതിൻ്റെ കെമിക്കൽ ഫോർമുല C3A 11% ആണ് വരിക. ഫോർത്ത് വൺ ടെട്രാകാൽഷ്യം അലുമിനോ ഫെലൈറ്റ് എന്ന് പറയുന്നു. അതിൻ്റെ കെമിക്കൽ ഫോർമുല C4AF 9% ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ്. പ്രത്യേകിച്ചും പബ്ലിക് സർവീസ് എക്സാംസിനും എഞ്ചിനീയറിംഗ് സർവീസ് എക്സാംസിനും ഗേറ്റിനും എല്ലാം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ബോക്സ് കോമ്പൗണ്ട്. C3S കോൺക്രീറ്റിന് എയർലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അത് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഹൈ ഹീറ്റാണ് ഫോം ചെയ്യുന്നത്. C2S ആണ് ഒരു കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് അതൊരു 7 days മുതൽ 1 year വരെ അതിന് സ്ട്രെങ്ത് കൊടുക്കുന്നത്. അവിടെ അത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവാണ്. ഈ C2X ആണ് കോൺക്രീറ്റിൻ്റെ ഇനീഷ്യൽ സെറ്റിങ്ങിന് കാരണമാവുന്നത്. അടുത്ത കോമ്പൗണ്ടായ C3A ആദ്യത്തെ 24 hours ഇത് C3A ആണെങ്കിൽ വളരെ കുറച്ച് മാത്രമാണ് സ്ട്രെങ്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. പക്ഷേ അത് ഭയങ്കരമായിട്ട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. C4AF ആണെങ്കിൽ അത് ഇനാക്റ്റീവ് ആണ്. ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് ടൈപ്സ് ഓഫ് സിമെൻ്റ് ആണ്. അതായത് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ബോക്സ് കോമ്പൗണ്ട്സ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബോക്സ് കോമ്പൗണ്ട്സിൻ്റെ പെർസെൻറ്റേജ് വേരി ചെയ്താൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അതായത് നമ്മുടെ എൻവയോൺമെൻറ്റൽ കണ്ടീഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതിൽ ഒരു പ്രധാനപ്പെട്ട സിമെൻറ്റാണ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ് OPC. ജനറൽ ആയിട്ടുള്ള എല്ലാ കൺസ്ട്രക്ഷനും യൂസ് ചെയ്യുന്ന സിമെൻറ്റാണ്. അതായത് ഇത് യൂസ് ചെയ്യുന്നത് അതായത് സൾഫേറ്റ്സുമായിട്ട് എക്സ്പോഷർ ആവാത്ത കണ്ടീഷൻസിൽ ഇത് യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ അതായത് ക്വാണ്ടിറ്റി മിക്സ് ചെയ്ത് അത് ഫസ്റ്റ് സെറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 30 minutes ആണ്. അതുപോലെ ഫൈനലായിട്ട് അത് സെറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ 10 hours ആണ്. ഇതിൽ തന്നെ ഡിഫറെൻറ്റ് ഗ്രേഡ്സ് ഉണ്ട്. അതായത് ദേ 33 grade, 43 grade ആൻഡ് 53 grade. ഇനി ഈ ഗ്രേഡ് എന്ന് പറയുന്നത് അതായത് നമ്മൾ ഈ കോൺക്രീറ്റ് മിക്സ് ചെയ്തിട്ട് അതിനൊരു 28 days ആയി കഴിയുമ്പോൾ ഇതിനൊരു കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ അത് 33 Newton/mm² ആണെങ്കിൽ അതിന് 33 ഗ്രേഡ് എന്നും, അത് 43 Newton/mm² ആണെങ്കിൽ അതിന് 43 ഗ്രേഡ് എന്നും, അതേപോലെ 53 Newton/mm² ആണെങ്കിൽ അതിന് 53 ഗ്രേഡ് എന്നും പറയുന്നു. അടുത്തതായിട്ട് വരുന്നത് റാപ്പിഡ് ഹാർഡനിങ് സിമെൻ്റ് ആണ്. അതായത് നമുക്ക് ചില കണ്ടീഷൻസിൽ പെട്ടെന്ന് തന്നെ കോൺക്രീറ്റ് സെറ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്ന സിമെൻ്റാണ് റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്. അതായത് C3Sൻ്റെ പെർസെൻറ്റേജ് കൂട്ടുകയാണ് ചെയ്യുന്നത്. അറൗണ്ട് 56% ആണ് വരുന്നത്. അതുപോലെ വേറെ ഡിഫറെൻറ്റ് ടൈപ്പ് സിമെൻ്റാണ് എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, ലോ ഹീറ്റ് സിമെൻറ്റ്. അതായത് ലോ ഹീറ്റ് സിമെൻറ്റിൽ C3Aയുടെ കണ്ടൻറ്റ് കുറയ്ക്കുകയും അതായത് അത് വരുന്നത് 5%, അതുപോലെ C2Xൻ്റെ പെർസെൻറ്റേജ് കൂട്ടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് ലോ ഹീറ്റ് സിമെൻറ്റിൽ. അപ്പോൾ അവിടെ വരുന്ന C2Xൻ്റെ പെർസെൻറ്റേജ് 46% ആണ്. ഒരു ടൈപ്പ് സിമെൻ്റാണ് ഹൈഡ്രോഫോബിക് സിമെൻറ്റ്. അതായത് നമ്മൾ കോൺക്രീറ്റ് സ്ട്രക്ചറിൽ വാട്ടർ അല്ലെങ്കിൽ മോയ്സ്ചറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ കുറഞ്ഞ് വേണമെങ്കിൽ, അതായത് കുറഞ്ഞ് നിൽക്കണമെങ്കിൽ, അതായത് വാട്ടർ റിപ്പലൻ്റ് ആയിട്ട് ഉള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹൈഡ്രോഫോബിക് സിമെൻറ്റ്. അതായത് ഇവിടെ നമ്മൾ അഡ്മിസ്റ്റേഴ്സ് ആഡ് ചെയ്തിട്ട് ആ സിമെൻറ്റ് ഗ്രെയിൻസിന് വാട്ടറുമായിട്ടുള്ള ഒരു റിപ്പൽഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
പിന്നെ വരുന്ന സിമെൻറ്റുകളാണ് ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്, എക്സ്പാൻഡിങ് സിമെൻറ്റ്, ഹൈ അലുമിന സിമെൻറ്റ്, പോക്സിലോണസ് സിമെൻറ്റ്, വൈറ്റ് സിമെൻറ്റ് ആൻഡ് കളർഡ് സിമെൻറ്റ്. അപ്പോൾ ഇതെല്ലാമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ വീഡിയോ ഇടുന്നതാണ്. ഇനി ഞാൻ നിങ്ങളോടായിട്ട് സംസാരിക്കാൻ പോകുന്നത് സിമെൻറ്റിൽ വരുന്ന ടെസ്റ്റുകളെ പറ്റിയാണ്. ഈ സബ്ജക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഷുവറായിട്ടും തന്നെ എല്ലാ തരത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസായ പബ്ലിക് സർവീസ് എക്സാംസ്, എഞ്ചിനീയറിംഗ് സർവീസ് എക്സാംസ് ആൻഡ് ഗേറ്റിന് എല്ലാം വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. പ്രധാനമായിട്ട് മാച്ച് ചെയ്യുക എന്ന രീതിയിലൊക്കെയാണ് ഇവിടെ വരിക. അപ്പോൾ ഇതിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. അതിൽ ഫസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് ലബോറട്ടറി ടെസ്റ്റാണ്. അത് ഒന്നെന്ന് പറയുന്നത് ഫൈനസ്, അതായത് സിമെൻറ്റിൻ്റെ ഫൈനസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ടെസ്റ്റാണ്. അതായത് അത് പ്രോപ്പറായിട്ടാണോ ഈ സിമെൻറ്റ് ഗ്രൈൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, നമ്മളത് ഗ്രൈൻഡിങ് ആയിട്ടുള്ള പ്രോസസ്സിൽ ഇത് പ്രോപ്പറായിട്ടാണോ ഗ്രൈൻഡ് ചെയ്തിരിക്കണമെന്ന് അറിയാൻ വേണ്ടി നടത്തുന്ന ടെസ്റ്റാണ് ഈ ഫൈനസ് ടെസ്റ്റ്. അതിന് യൂസ് ചെയ്യുന്നതാണ് സീവ് ടെസ്റ്റും പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റ് എന്ന്. അതായത് നിങ്ങൾ ഫൈനസ് എന്ന് പറയുമ്പോൾ ഈ ടെസ്റ്റുകളെ ഓർത്തിരിക്കണം. ഫൈനസ് എന്ന് പറയുമ്പോൾ സീവ് ടെസ്റ്റും പെർമിയബിലിറ്റി അപ്പാരറ്റസ് ടെസ്റ്റും. അടുത്തതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അതായത് നമ്മൾക്ക് ഒരു സിമെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് വർക്കബിൾ ആയിരിക്കണം. അതായത് നമുക്ക് വർക്ക് ചെയ്യാൻ നമുക്ക് ഈസി ആയിരിക്കണം. അതായത് ഒരുപാട് സ്റ്റിഫായാലും ഒരുപാട് വെള്ളം കൂടിപ്പോയാലും നമുക്കത് പ്രോപ്പറായിട്ട് നമുക്ക് നമ്മുടെ ഒരു വർക്ക് ചെയ്യാൻ പറ്റില്ല. അതാണ് വർക്കബിലിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വർക്കബിലിറ്റി. അപ്പോൾ എന്തുമാത്രം വാട്ടർ നമുക്ക് വേണമെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യാനാണ് ഈ ടെസ്റ്റ് എടുക്കുന്നത്. അതായത് പെർസെൻറ്റേജ് ഓഫ് വാട്ടർ റിക്വയർഡ് ഫോർ മേക്കിംഗ് വർക്കബിൾ സിമെൻറ്റ് പേസ്റ്റ്. വർക്കബിൾ ആയിട്ടുള്ള സിമെൻറ്റ് പേസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മൾ എത്ര എമൗണ്ട് വാട്ടർ വേണം എന്നുള്ളതിനെ ഡിറ്റർമൈൻ ചെയ്യാനുള്ള ടെസ്റ്റാണ് ഈ കൺസിസ്റ്റൻസി ടെസ്റ്റ്. അതിന് നടത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന അപ്പാരറ്റാണ് വിക്കറ്റ്സ് അപ്പാരറ്റസ്. അപ്പോൾ നമ്മൾ കൺസിസ്റ്റൻസിയും വിക്കറ്റ്സും നിങ്ങൾ ഇൻ്റർകണക്ട് ചെയ്ത് ഓർക്കേണ്ടതാണ്. ഇനി അടുത്ത ടെസ്റ്റാണ് സെറ്റിംഗ് ടൈംസ്. സെറ്റിംഗ് ടൈംസിൽ വരുന്നതാണ് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഫൈനൽ സെറ്റിംഗ് ടൈം. അതായത് നമ്മൾ മിക്സ് ചെയ്യുന്ന ഈ ഒരു സിമെൻറ്റിൻ്റെ അതിൻ്റെ സെറ്റിംഗ് ടൈം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി കണ്ടക്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. അതായത് സെറ്റിംഗ് ടൈം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് 2 ടൈപ്പ് സെറ്റിംഗ് ടൈമാണ് വരുന്നത്, ഇനീഷ്യലും ഫൈനലും. അതായത് നമ്മളിത് മിക്സ് ചെയ്തിട്ട് അത് ആദ്യം അതിൻ്റെ ഒരു സെറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈം എപ്പോഴാണോ, അത് കഴിഞ്ഞത് കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കഴിയുന്നത് എപ്പോഴാണോ എന്നുള്ളതാണ് ഈ സെറ്റിംഗ് ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം മനസ്സിലാക്കാനായിട്ട് ടെസ്റ്റ് ചെയ്യുക നമ്മൾ യൂസ് ചെയ്യുന്ന അപ്പാരറ്റസാണ് വിക്കറ്റ് അപ്പാരറ്റസ്. യൂസിങ് വിക്കറ്റ്സ് നീഡിൽ ഓഫ് 1 mm സ്ക്വയർഡ് നീഡിലാണ്. ഓർത്ത് വയ്ക്കുക, ഇതിനും നമ്മൾ യൂസ് ചെയ്യുന്നത് വിക്കറ്റ്സ് അപ്പാരറ്റസ് ആണ്. അത് യൂസ് ചെയ്യുന്നത് വിക്കറ്റ്സ് നീഡിലിൻ്റെ അതിൻ്റെ നീഡിൽ 1 mm സ്ക്വയർഡ് നീഡിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് 1 mm ഉള്ള സ്ക്വയർഡ് നീഡിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം അറിയാനായിട്ട്. ഈ വിക്കറ്റ് അപ്പാരറ്റസ് തന്നെയാണ് നമ്മൾ ഈ കൺസിസ്റ്റൻസി ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇനി ഫൈനൽ സെറ്റിംഗ് ടൈമിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അത് വിത്ത് ആനുവൽ കോളർ ഓഫ് 5 mm ഡൈ ആണ് യൂസ് ചെയ്യുന്നത്. ഫൈനൽ സെറ്റിംഗ് ടൈമിനാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ വിക്കറ്റ് അപ്പാരറ്റസിൽ ഒരു ആനുവൽ കോളർ ഓഫ് 5 mm ഡൈ ആണ് യൂസ് ചെയ്യുന്നത്, വിത്ത് ആനുവൽ കോളർ ഓഫ് 5 mm ഡൈ. ഇനി ഞാൻ പറയാൻ പോകുന്ന ടെസ്റ്റാണ് സൗണ്ട്നെസ് ടെസ്റ്റാണ്. അതായത് സൗണ്ട്നെസ് എന്ന് പറയുന്നത് നമ്മൾ അവിടെ അതിൻ്റെ ഒരു വോളിയം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താനുള്ള ഒരു കോൺക്രീറ്റിൻ്റെ എബിലിറ്റിനെയാണ് ഈ പറയുന്ന സൗണ്ട്നെസ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സൗണ്ട്നെസ് എന്നുള്ള വേർഡ് കേൾക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ സൗണ്ട് എന്നായിട്ട് നിങ്ങളുടെ മനസ്സിൽ തോന്നാം. പക്ഷേ സൗണ്ട്നെസ് എന്ന് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ വോളിയത്തെ പറ്റിയാണ്. അതായത് അതിൽ പ്രഷർ വരുമ്പോഴും അതിൻ്റെ ഇൻട്രാക്ഷൻസ് വരുമ്പോൾ അതിൻ്റെ വോളിയം എപ്പോഴും അതിന് കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താൻ പറ്റുന്ന ഒരു എബിലിറ്റിനെയാണ് ഈ സൗണ്ട്നെസ് എന്ന് പറയുന്നത്. എൻവോൺമെൻറ്റുമായിട്ട് ഇൻട്രാക്ഷൻസ് വരുമ്പോൾ ഈ കോൺക്രീറ്റിൽ എക്സ്പാൻഷൻ സംഭവിക്കാം, ശ്രിങ്കേജ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും, ഇതിൽ ക്രാക്സ് ഫോം ചെയ്യാൻ കാരണമാവും. പക്ഷേ അവിടെ ഇതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ, അതായത് ഇങ്ങനത്തെ ഉള്ള എൻവോൺമെൻറ്റിലുള്ള ഫാക്ടേഴ്സ് വരുമ്പോഴും ഇതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ അവിടെ ഈ ക്രാക്സ് ഫോർമേഷൻസ് ഉണ്ടാവത്തില്ല. അപ്പോൾ അതാണ് സൗണ്ട്നെസ്. അതായത് സൗണ്ട്നെസ് എന്ന് പറഞ്ഞാൽ ആ സിമെൻറ്റിന് അതിൻ്റെ വോളിയം കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്താനുള്ള അതിൻ്റെ എബിലിറ്റിയാണ്. അപ്പോൾ ആ സൗണ്ട്നെസ് ടെസ്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന അപ്പാരറ്റസാണ് ലേ ചാഷ്ലിയർ അപ്പാരറ്റസും അല്ലെങ്കിൽ ഓട്ടോക്ലേവ് ടെസ്റ്റുമാണ്. അപ്പോൾ സൗണ്ട്നെസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് ലേ ചാഷ്ലിയർ അപ്പാരറ്റസും ഓർ ഓട്ടോക്ലേവ് ടെസ്റ്റുമാണ്. അടുത്തതായിട്ട് വരുന്നത് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ്റെ ടെസ്റ്റാണ്. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ ഈ ബോക്സ് കോമ്പൗണ്ട് ഉണ്ടല്ലോ, ആ ബോക്സ് കോമ്പൗണ്ടിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന റിയാക്ഷൻസിൻ്റെ ഫലമായിട്ട് അവിടെ നല്ല ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റിനെയാണ് നമ്മൾ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ബോക്സ് കോമ്പൗണ്ട് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റിസൾട്ട് ആയിട്ട് അവിടെ ഫോം ചെയ്യുന്ന ഹീറ്റിനെയാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ പറയുന്നത്. അപ്പോൾ ഈ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എത്ര അളവ് വരെ ഉണ്ട് എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റിനെയാണ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ടെസ്റ്റ് അതിൽ വരുന്നത്. ചെയ്യുന്ന 2 എക്യുപ്മെൻറ്റ്സ് ആണ് അഡിയാബാറ്റിക് കലോറിമീറ്റർ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്താണ് വാക്വം ഫ്ലാസ്ക് ടെസ്റ്റ്. അതായത് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനിൽ വരുന്നത് ടെസ്റ്റുകളാണ് അഡിയാബാറ്റിക് കലോറിമീറ്റർ ടെസ്റ്റ് ഓർ വാക്വം ഫ്ലാസ്ക് ടെസ്റ്റ്. അടുത്ത ടെസ്റ്റാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്. അതായത് സിമെൻറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി കണ്ടെത്താനുള്ള ടെസ്റ്റാണ്. അവിടെ യൂസ് ചെയ്യുന്നത് കെറോസിനും പിന്നെ സ്പെസിഫിക് ഗ്രാവിറ്റി ബോട്ടിലാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഈ കെറോസിൻ യൂസ് ചെയ്തിട്ടാണ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് നടത്തുന്നത്. 27 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ ഇത് ടെസ്റ്റ് നടത്തുന്നത്. ഇനി
ഇനി ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാണ്. നമ്മൾ ആദ്യമേ തന്നെ മെയിനായിട്ട് പറഞ്ഞ സിമെൻറ്റിനെ പറ്റിയാണ്. സിമെൻറ്റ് എന്ന് പറയുന്നത് കോൺക്രീറ്റിൻ്റെ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ സിമെൻറ്റിൽ മെയിനായിട്ട് വരുന്ന ആർജിലേഷ്യസ് ആൻഡ് കാൽക്കേറിയസ് മെറ്റീരിയൽസ് ആണ്. ആർജിലേഷ്യസ് എന്ന് പറഞ്ഞാൽ ക്ലേയും, കാൽക്കേറിയസ് എന്ന് പറഞ്ഞാൽ കാൽഷ്യം കാർബണേറ്റ് ആണ്. നമ്മൾ ഇതിനെ ഫർദറായിട്ട് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ അവിടെ വരുന്നതാണ് ലൈം വരും. ലൈം, സിലിക്ക, അലുമിന, അയൺ ഓക്സൈഡ്. അതായത് സിമെൻറ്റ് മാനുഫാക്ചറിങ് പ്രോസസ്സിൽ ഹൈ ടെമ്പറേച്ചറിൻ്റെ റിസൾട്ടായിട്ട് ഈ മെറ്റീരിയൽസ് കെമിക്കൽ റിയാക്ഷൻസ് നടന്നിട്ട് അവിടെ കോംപ്ലക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. അതിനെയാണ് ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഏതൊക്കെയാണ് ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ട്രൈ കാൽഷ്യം സിലിക്കേറ്റ്, ഡൈ കാൽഷ്യം സിലിക്കേറ്റ്, ട്രൈ കാൽഷ്യം അലുമിനേറ്റ് ആൻഡ് ടെട്രാ കാൽഷ്യം അലുമിനേറ്റ്. അപ്പോൾ ഓരോന്നും സിമെൻറ്റിന് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസാണ് കൊടുക്കുക. പിന്നെ വരുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമെൻറ്റ് ആണ്. മെയിനായിട്ട് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻറ്റ്, റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, എക്സ്ട്രാ റാപ്പിഡ് ഹാർഡനിങ് സിമെൻറ്റ്, ലോ ഹീറ്റ് സിമെൻറ്റ്, ഹൈഡ്രോഫോബിക് സിമെൻറ്റ്, ക്വിക്ക് സെറ്റിംഗ് സിമെൻറ്റ്, എക്സ്പാൻഡിംഗ് സിമെൻറ്റ്, ഹൈ അലുമിന സിമെൻറ്റ്, പോക്സോണ സിമെൻറ്റ്, വൈറ്റ് സിമെൻറ്റ് ആൻഡ് കളേർഡ് സിമെൻറ്റ് ആണ് ഉള്ളത്. ഈ സിമെൻറ്റിൽ നടത്തുന്ന ടെസ്റ്റുകളാണ് ഫൈനസ് ടെസ്റ്റ്, കൺസിസ്റ്റൻസി ടെസ്റ്റ്, സെറ്റിംഗ് ടൈം ടെസ്റ്റ്, സൗണ്ട്നെസ് ടെസ്റ്റ്, ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആൻഡ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ്. ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് സിമെൻറ്റിൻ്റെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ടോപ്പിക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു PSC എക്സാമിന് പ്രിപ്പറേഷൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറിംഗ് സർവീസ് ഓർ ഗേറ്റ് എക്സാംസ് ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിനാണെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് ഒരു മുമ്പായിട്ട് ഒരു ദിവസം മുമ്പ് ഈ ഒരു വീഡിയോ കേൾക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിൽ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ ഈസി ആയിട്ട് പറ്റും. പിന്നെ ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാലാണ് ഫർദറായിട്ട് കൂടുതൽ ഇതുപോലത്തെ വീഡിയോസ് നമുക്ക് ഇടാൻ തോന്നുള്ളൂ, അതിനുള്ളൊരു മോട്ടിവേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് നമ്മൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മാസം മുമ്പ് നടത്തുന്ന ഒരു പ്രിപ്പറേഷൻ അല്ല വേണ്ടത്. നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടീഷനാണെങ്കിൽ കൂടെ തന്നെ സൈഡായിട്ട് ഒപ്പം തന്നെ കൊണ്ടുപോകേണ്ട ഒരു പ്രിപ്പറേഷനാണിത്. കാരണം നമുക്ക് പെട്ടെന്ന് ഒരു മാസം കൊണ്ട് പഠിച്ചെടുത്ത കാര്യമല്ല എക്സാം നിങ്ങൾക്ക് യൂസ് ചെയ്യുക. നിങ്ങൾ ലോങ് ടൈം തന്നെ നിങ്ങൾ പഠിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾ കൂടെ തന്നെ എന്തൊക്കെ കൂടെ പഠിച്ചുകൊണ്ട് പോയാലാണ് ഇത് ആ എക്സാമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് മെമ്മറൈസ് ചെയ്യാനും കറക്റ്റായിട്ട് അത് നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ കാരണമാകത്തുള്ളൂ. ഇനി ഞാൻ എന്നെപ്പറ്റി പറയുകയാണെങ്കിൽ, ഞാൻ കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സിവിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ മെയിനായിട്ടും ചെയ്യുന്നത് എസ്റ്റിമേഷനും അതുപോലെ ഷെഡ്യൂൾ പ്രിപ്പറേഷൻസ് കാര്യങ്ങൾ അതിൻ്റെ അപ്ഡേഷൻസാണ്. അപ്പോൾ ഞാൻ M.Tech കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ ഗൾഫിലേക്ക് വന്നു. അതായത് മാരേജ് കഴിഞ്ഞ് ഞാനിവിടെ വന്നു. പിന്നെ ഞാനിവിടെ വന്ന് ഇവിടെ ജോലി ചെയ്യുകയാണ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഫർദറായിട്ട് ഞാൻ PSC കാര്യങ്ങളൊന്നും എനിക്ക് എക്സാംസ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഞാൻ അതിന് മുമ്പേ ആയിട്ട് ഞാൻ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചും കൂടിയാണ് ഞാൻ ഈ ക്ലാസ്സസ് ഇടുന്നത്. ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എന്തായാലും ഈ വീഡിയോ ഒരു യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.